കാറ്റത്തെ കിളിക്കൂടിൻ്റെ അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ദിവസം രാത്രി സുധീഷ് മദ്യപിച്ച് വീട്ടിലേക്ക് കയറി വരുന്നു. ഉമ്മറത്തെ ഡോറിൽ തട്ടുന്നുണ്ട്. അതിനുശേഷം ഒരു ചെയറിൽ ഇരിക്കുകയാണ്. ഡോറിൽ തട്ടുന്ന സൗണ്ട് കേട്ട് ഉറങ്ങുന്ന ഭാസ്കരൻ എഴുന്നേൽക്കുന്നുണ്ട്. മകനെ കണ്ടപ്പോൾ തന്നെ ഭാസ്കരന് മദ്യപിച്ച് വന്നിരിക്കുകയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇത്രയും നേരം വൈകിയാണോടാ വീട്ടിലേക്ക് കയറി വരുന്നത് എന്ന് ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് ഒട്ടും ഇഷ്ടപ്പെടാത്ത മട്ടിൽ നാവ് കുഴഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ സുധീഷ് പറയുന്നുണ്ട്, നിങ്ങൾ മിണ്ടിപ്പോകരുത്. അത് കേട്ട് ഭാസ്കരൻ പറയുന്നുണ്ട്, ഇല്ല ഞാൻ മിണ്ടുന്നില്ല, എങ്കിലും ഞാൻ പറയുവാണ്, നിന്റെ ചേട്ടനോ അനിയന്മാർക്കോ നിന്നെക്കുറിച്ച് ഒരു ചിന്തയുമില്ല. നീ നന്നായിരിക്കണമെന്ന് അവർക്കാർക്കും തന്നെ ഒരു ചിന്തയുമില്ല. ആ പെൺകുട്ടി വീട്ടിലേക്ക് കയറി വന്നതിന് ശേഷം നിന്റെ ഭാര്യയായിട്ടല്ല അവരാരും കാണുന്നത്, അവരുടെ ഒരു അനിയത്തിയായും ചേച്ചിയായും ഒക്കെയാണ് കാണുന്നത്. നിങ്ങൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവുമായി ജീവിക്കുന്നത് കാണാൻ അവർക്കൊട്ടും ആഗ്രഹമില്ല. ആ പെൺകുട്ടിക്കാണെങ്കിലോ നീ അവളുടെ ഭർത്താവാണെന്നുള്ളൊരു ചിന്ത പോലുമില്ല. നീ ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടോ എന്ന് ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, ഞാനെല്ലാം കേൾക്കുന്നുണ്ട്, നിങ്ങൾ പറയുന്നതെല്ലാം ശരിയാണെന്നും എനിക്കറിയാം. അത് ആലോചിച്ചുകൊണ്ട് തന്നെയാണ് എൻ്റെ ടെൻഷൻ മുഴുവനും. ഇങ്ങോട്ട് നോക്കടാ, ഈ ലോകത്ത് എല്ലാവരും പരസ്പരം ഇഷ്ടപ്പെട്ടാണോ കല്യാണം കഴിക്കുന്നത്? അല്ല, വിവാഹിതരാവും. അതിനുശേഷം കുറച്ച് ഇഷ്ടക്കേടുകളൊക്കെ ചിലവർക്കുണ്ടാവും. അതിനുശേഷം 1 മാസമോ 2 മാസമോ ഒക്കെ കഴിയുന്ന സമയത്ത് അവരതങ്ങ് മറക്കും. അതിനുശേഷം 1 വർഷമാകുമ്പോഴേക്കും ഒരു കുഞ്ഞും പിറക്കും. അതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങളും എല്ലാം ഉണ്ടാവും. അതെല്ലാം അങ്ങ് ക്ഷമിക്കും അവർ. പിന്നീട് അവർ പരസ്പരം പിരിയാൻ പറ്റാത്ത അത്രയും സ്നേഹിക്കും. പക്ഷേ ഇവിടെ നോക്ക്, അങ്ങനെയാണോ? അവൾ നിന്നെ എന്താ വിളിക്കുന്നത്? സുധീഷേന്ന്. നിന്നോട് അവൾക്ക് വല്ല ബഹുമാനവുമുണ്ടോ? നീ അവളുടെ ഭർത്താവാണെന്ന് അവൾക്ക് വല്ല ചിന്തയുമുണ്ടോ? നീ ഇങ്ങനെ മിണ്ടാതിരിക്കുകയും ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോഴുണ്ടല്ലോ, ഇത് ഇങ്ങനെ അങ്ങ് പോവും. അവൾ നിന്നെ സ്നേഹിക്കുകയില്ല, നിന്നെ ഭർത്താവായി സ്വീകരിക്കുകയുമില്ല. ഒരു ദിവസം അവൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോവുകയും ചെയ്യും. ഇത് കേട്ട് സുധീഷിന് ദേഷ്യം വരുന്നുണ്ട്. നിങ്ങൾ എന്തിനാ എന്നെ ഉപദേശിക്കുന്നത്? എനിക്കൊന്നും കേൾക്കണ്ട. ഇത് കേട്ട് ഭാസ്കരൻ പറയുന്നുണ്ട്, നിനക്ക് കേൾക്കണ്ടെങ്കിൽ വേണ്ട, പക്ഷേ എനിക്ക് നിന്നെ ഉപദേശിക്കാനുള്ള അവകാശമുണ്ട്. നിനക്ക് നല്ലത് പറഞ്ഞു തരണമല്ലോ, അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. ഞാനൊരു കാര്യം പറയട്ടെ, അവൾ നിന്റെ ഭാര്യയായിട്ട് ഇരിക്കണമെങ്കിൽ നീ ആദ്യം അവളുടെ ഭർത്താവാകാൻ നോക്ക്. അല്ലാതെ മിണ്ടാതെ ഇങ്ങനെ ഇരുന്നാലുണ്ടല്ലോ, അവസാനം വരെയും ഇത് ഇങ്ങനെ തന്നെ അങ്ങ് പോവും. എന്തായാലും ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു. ഇനി എന്ത് വേണമെന്ന് നീ ചിന്തിക്ക്. അച്ഛൻ്റെ ഈ വാക്കുകളൊക്കെ സുധീഷിൻ്റെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്നുണ്ട്. കുറച്ചു നേരം ഇരുന്ന് ചിന്തിക്കുന്നുണ്ട് സുധീഷ്. അതിനുശേഷം സുധീഷ് അങ്ങ് എഴുന്നേറ്റ് ഡോറ് തുറക്കുകയാണ്. സുധീഷ് അകത്തേക്ക് കയറുന്നു. ചേട്ടനും അനിയന്മാരുമൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അവരുടെ കാലിൽ ചവിട്ടാതെ നിധി കിടക്കുന്ന റൂമിനടുത്തേക്ക് നടക്കുന്നുണ്ട്. റൂമിന് അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് സുധീഷ്. അതിനുശേഷം ചിന്തിക്കുകയാണ്, ഇത്രയും നാൾ നിധി തന്നോട് പെരുമാറിയതെല്ലാം. പെട്ടെന്ന് സുധീഷ് നിധി കിടക്കുന്ന റൂമിൻ്റെ ഡോറ് തള്ളി തുറന്നങ്ങ് അകത്തേക്ക് കയറുന്നു. നിധി അറിഞ്ഞിട്ടില്ല. നിധി നല്ല ഉറക്കത്തിലാണ്. നിധിയുടെ അടുത്തെത്തിയതും സുധീഷിൻ്റെ മനസ്സാക്ഷി സുധീഷിനോട് പറയുന്നുണ്ട്, ഇത് നിന്റെ ഭാര്യയാണ്, ഇവളുടെ മേൽ നിനക്ക് എല്ലാ അവകാശവുമുണ്ട്. നീ എന്തിനാണ് ഇങ്ങനെ മടിച്ചു നിൽക്കുന്നത്? ഇത് നിന്റെ ഭാര്യയാടാ, അവളുടെ മേൽക്ക് നിനക്ക് പൂർണ്ണ അവകാശവുമുണ്ട്. അല്ലാത്ത പക്ഷം അവൾ നിന്നെ ഒരിക്കലും ഒരു ഭർത്താവായി സ്വീകരിക്കില്ല. സുധീഷ് പെട്ടെന്ന് നിധിയുടെ അടുത്തേക്ക് ഒന്നുകൂടി അടുത്ത് നിൽക്കുകയാണ്. എന്നിട്ട് നിധിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. എന്തോ ഒരു മടി പോലെ സുധീഷിന് തോന്നുന്നുണ്ട്. പക്ഷേ വീണ്ടും ധൈര്യം സംഭരിക്കാനായി ശ്രമിക്കുന്നുണ്ട്. സുധീഷിൻ്റെ മനസ്സാക്ഷി വീണ്ടും സുധീഷിനോട് പറയുന്നുണ്ട്, എന്തിനാ സുധീഷ് നീ ഇങ്ങനെ മടിച്ചു നിൽക്കുന്നത്? ഇത് നിന്റെ ഭാര്യയാടാ. ഇവളിൽ നിന്നും നീ അകന്ന് നിൽക്കും തോറും ഇവൾ നിന്നെ വിട്ടു പോകും. എന്തായാലും നിനക്ക് നിധിയെ ഒരുപാട് ഇഷ്ടമല്ലേ? ഇവൾ നിന്റെ ഭാര്യയല്ലേ? നീ എന്തിനാണ് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നത്? പെട്ടെന്ന് തന്നെ സുധീഷ് നിധിയുടെ തൊട്ടടുത്ത് കിടക്കുന്നു. അതിനുശേഷം നിധിയുടെ മുഖത്തേക്കൊന്ന് നോക്കുന്നുണ്ട്. പിന്നീട് കണ്ണടച്ച് കിടക്കുകയാണ്. പെട്ടെന്ന് നിധിക്ക് എന്തോ ഒരു അപാകത തോന്നുന്നുണ്ട്. കണ്ണ് തുറന്ന് നോക്കുകയാണ്. അപ്പോഴാണ് തൊട്ടടുത്ത് കിടക്കുന്ന സുധീഷിനെ കാണുന്നത്. നിധി പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് തൊട്ടടുത്ത് കിടന്നിരുന്ന ഷാൾ എടുത്ത് തൻ്റെ തോളിലൂടെ ഇടുന്നുണ്ട്.
സുധീഷ് പതിയെ എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് നിധിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെ ബഹളം വയ്ക്കുന്നത്? ഉച്ചത്തിൽ സംസാരിക്കുന്നത് എന്തിനാണ്? ഞാൻ വേറെ ആരുമല്ലല്ലോ, ഞാൻ നിന്റെ ഭർത്താവല്ലേ, നിന്റെ കഴുത്തിൽ താലി കെട്ടിയവനല്ലേ ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ എന്തിനാ ഇങ്ങനെ പുറത്ത് കിടന്നുറങ്ങുന്നത്? ഞാൻ ഇനി മുതൽ ഈ റൂമിലാണ് കിടന്നുറങ്ങുന്നത്. ഇനി ഒരിക്കലും പുറത്ത് ചേട്ടൻ്റെയും അനിയന്മാരുടെയും കൂട്ടത്തിൽ ഉറങ്ങാൻ പോകുന്നില്ല. ഇനി എന്നും ഞാൻ നിന്നോടൊപ്പം ഈ റൂമിൽ ഈ ബെഡിൽ കിടന്നാണ് ഞാൻ ഉറങ്ങാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ബെഡിലേക്ക് അങ്ങ് വീഴുന്നുണ്ട് സുധീഷ്. സുധീഷ് നന്നായി മദ്യപിച്ചിട്ടുണ്ടെന്ന് നമ്മുടെ നിധിക്ക് മനസ്സിലാവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നിധി ബെഡിൽ നിന്നും ചാടി താഴേക്ക് ഇറങ്ങുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എഴുന്നേൽക്ക് അവിടുന്ന്, എൻ്റെ റൂമിൽ നിന്നും പുറത്തേക്ക് പോ. ഇത് കേട്ട് സുധീഷ് അവിടെ നിന്നും എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തിനാണ് പുറത്തേക്ക് പോകുന്നത്? നിന്നോട് ഞാൻ പുറത്തേക്ക് പോകാനല്ലേ പറഞ്ഞത്? അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ എന്തിന് പുറത്തേക്ക് പോകണം? ഞാൻ നിന്റെ അടുത്തേക്ക് വരുംതോറും നീ എന്നെ ഓടിച്ചു വിടുവാണല്ലോ. ഇനി ഞാൻ എങ്ങോട്ടും പോവില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. നീ എന്ത് ചെയ്യും? റോഡിലൂടെ പോകുന്ന ഒരു പൊറുക്കിയോട് ദേഷ്യപ്പെടുന്നത് പോലെയാണല്ലോ നീ എന്നോട് കാണിക്കുന്നത്. ഞാൻ നിന്റെ ആരാ? ഞാൻ നിന്റെ ഭർത്താവല്ലേ. ഞാൻ നിന്നോടൊപ്പം ഇവിടെയല്ലാതെ വേറെ എവിടെ കിടക്കാനാ നിധി? ഞാൻ എവിടെയും പോവത്തില്ല. ഇത് കേട്ട് നിധി വളരെ സമാധാനത്തോടു കൂടി സുധീഷിനോട് പറയുന്നുണ്ട്, സുധീഷ്, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിനക്ക് എന്ത് പറ്റി? പ്ലീസ് സുധീഷ്, നീ ഒന്ന് പുറത്തു പോ. ഇങ്ങോട്ട് നോക്ക് നിധി എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് സുധീഷ് ബെഡിൽ നിന്നും എഴുന്നേൽക്കുകയാണ്. എന്നാൽ ബാലൻസ് തെറ്റിക്കൊണ്ട് വീഴാനായി പോകുന്നുണ്ട്. അപ്പോഴേക്കും നിധി ഓടി പിറകോട്ട് മാറുന്നുണ്ട്. എന്നാൽ അത് കണ്ട് സുധീഷ് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ എന്നെ കണ്ട് ഇങ്ങനെ ഭയക്കുന്നത്? ഞാനൊരു പ്രേതമൊന്നുമല്ലല്ലോ. ഞാൻ ഒരടി മുന്നോട്ട് വയ്ക്കുമ്പോൾ നീ 4 അടിയാണല്ലോ പിറകോട്ട് വയ്ക്കുന്നത്. ദേ, ഞാൻ നിന്റെ ഭർത്താവാണ്, നീ എൻ്റെ ഭാര്യയും. ഞാൻ കെട്ടിയ താലി നിന്റെ കഴുത്തിൽ കിടക്കുന്നില്ലേ? നിയമപ്രകാരം നമ്മൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാണ്. അതുകൊണ്ട് തന്നെ നീ എന്നെ കാണുമ്പോൾ ഇങ്ങനെ ഭയക്കേണ്ട ആവശ്യമില്ല. നമ്മളിനി ഒരു റൂമിലാണ് കിടന്നുറങ്ങാൻ പോകുന്നത്. എന്നാൽ സുധീഷിൻ്റെ ഈ പെരുമാറ്റമൊക്കെ കണ്ട് നമ്മുടെ നിധി ആകെ പേടിച്ചിരിക്കുകയാണ്. പേടിയോട് കൂടി തന്നെ പറയുന്നുണ്ട്, ദേ സുധീഷേ, ഞാൻ നിന്നോട് പല തവണയായി പറയുന്നു, വേഗം പുറത്തേക്ക് പോ. എന്നാൽ സുധീഷ് പറയുന്നുണ്ട്, ഇല്ല, ഞാൻ പുറത്തു പോവില്ല. എന്നാൽ നിധി ഇത് കേട്ടിട്ട് പറയുന്നുണ്ട്, അതെ, നീ പോയില്ലെങ്കിൽ ഞാൻ പുറത്തു പോവാം എന്ന് പറഞ്ഞുകൊണ്ട് ഡോറിനടുത്തേക്ക് ഓടുന്നുണ്ട് നിധി. എന്നാൽ നിധിയെ തടഞ്ഞുകൊണ്ട് ഡോറിൻ്റെ മുന്നിലായിട്ട് ഒരു വിലങ്ങ് തടിയെപ്പോലെ നമ്മുടെ സുധീഷ് അങ്ങ് നിൽക്കുന്നുണ്ട്. നിന്നെയും ഞാൻ വെളിയിൽ വിടത്തില്ല എന്നിങ്ങനെ സുധീഷ് പറയുമ്പോൾ നിധി പറയുന്നുണ്ട്, ദേ സുധീഷേ, ഡോറിനടുത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് മാറി, എനിക്ക് പുറത്തേക്ക് പോകണം. ഇല്ല നിധി, ഞാൻ നിന്നെ പുറത്തു വിടില്ല. എന്നാൽ അതിനു മുന്നേ തന്നെ നമ്മുടെ നിധി കരച്ചിൽ തുടങ്ങിയിരുന്നുണ്ട്. എന്നാൽ കരഞ്ഞുകൊണ്ട് നിലവിളിക്കുകയാണ്, സുഭാഷ് ഏട്ടാ ഒന്നിങ്ങോട്ടേക്ക് വാ എന്നിങ്ങനെ നിലവിളിയോടുകൂടി പറയുന്നുണ്ട്. എന്നാൽ ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെ സുഭാഷ് ഏട്ടനെ വിളിക്കുന്നത്? എനിക്കിവിടെ നിന്നും പോകണം. നിന്നോട് പുറത്തേക്ക് ഇറങ്ങാനല്ലേ ഞാൻ പറഞ്ഞത്, ഇങ്ങ് മാറി നിൽക്കും, ഞാൻ പോട്ടെ എന്നിങ്ങനെ നിധി പറയുന്നുണ്ട്. ഇല്ല നിധി, നീ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല, നിന്നെ ഞാൻ പുറത്ത് വിടില്ല എന്ന് സുധീഷ് പറയുമ്പോൾ വീണ്ടും കരഞ്ഞുകൊണ്ട് നിധി വിളിച്ച് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ ഒന്നിങ്ങ് ഓടി വാ, സുഭാഷ് ഏട്ടാ എന്നെ രക്ഷിക്ക്, സുഭാഷ് ഏട്ടാ എന്നിങ്ങനെ വിളിച്ച് പറയാണ്. പെട്ടെന്ന് സുഭാഷ് ഉറക്കത്തിൽ നിന്നും ഉണരുന്നുണ്ട്. നിധിയുടെ കരച്ചിൽ കേട്ടുകൊണ്ടാണ് ഉണരുന്നത്. സുഭാഷ് ഏട്ടാ, കതക് തുറക്ക് സുഭാഷ് ഏട്ടാ എന്നിങ്ങനെ വിളിച്ച് പറയുമ്പോഴേക്കും പെട്ടെന്ന് സുധീഷ് കതകിൻ്റെ ലോക്കങ്ങിടുന്നുണ്ട്. എന്നാൽ ഇത് കണ്ട് നിധി ഒന്നുകൂടി പേടിക്കുകയാണ്. ഭയത്തോടു കൂടി തന്നെ അവനോട് പറയുന്നുണ്ട്, എന്തിനാ സുധീഷ് നീ ഇപ്പോൾ ലോക്കിട്ടത്? സുഭാഷ് ഏട്ടാ ഓടിവാ സുഭാഷ് ഏട്ടാ എന്നിങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്. ഇത് കേട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ സുഭാഷ് എല്ലാവരും തട്ടി ഉണർത്തി വിളിക്കുന്നുണ്ട്, ഡാ എന്താ ഇത്? എവിടുന്നോ കരച്ച് കേൾക്കുന്നുണ്ടല്ലോ, നമ്മുടെ നിധിയാണെന്ന് തോന്നുന്നു, എഴുന്നേൽക്കടാ എന്ന് പറയാണ്. എന്നാൽ സുഭാഷിൻ്റെ സ്വരം കേട്ടതും പെട്ടെന്ന് 2 പേര് എഴുന്നേൽക്കുന്നുണ്ട്. സുഭാഷ് പെട്ടെന്ന് തന്നെ നിധിയുടെ റൂമിനടുത്ത് ചെന്ന് ഡോറിൽ തട്ടിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ നിധി, എന്തിനാ നീ കരയുന്നത്? ഇത് കേട്ട് നമ്മുടെ നിധിയുടെ കരച്ചിൽ ഉച്ചത്തിലാവുന്നു. എന്നിട്ട് വിളിച്ച് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ, ഈ സുധീഷ് അകത്ത് വന്ന് ഡോർ ലോക്ക് ചെയ്തിരിക്കുകയാണ്, എനിക്ക് പേടിയാവുന്നു, എന്നെ പുറത്തേക്ക് വിടില്ലെന്നാണ് പറയുന്നത്. ഇത് കേട്ട് പുറത്ത് നിൽക്കുന്ന സുഭാഷും ഹരീഷും നികേഷും ഒക്കെ ആകെ ഭയക്കുന്നുണ്ട്. എന്ത് പറ്റി ഇവനെന്ന് ചിന്തിക്കുകയാണ്.
ഡോറിൽ തൊട്ടിക്കൊണ്ട് സുഭാഷ് വിളിക്കുന്നുണ്ട്. ഡാ സുധീഷേ, നീ എന്താടാ അവിടെ കാണിക്കുന്നത്? ആ കുട്ടിയെ പേടിപ്പിക്കാതെ നീ കതക് തുറക്കടാ, ഇങ്ങ് വാ എന്ന് പറയുന്നുണ്ട്. എന്നാൽ സുധീഷ് പറയുന്നുണ്ട്, ഇല്ല ചേട്ടാ, ചേട്ടൻ കിടന്ന് ഉറങ്ങാൻ നോക്ക്, ഇവിടുത്തെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം, ഞാൻ ആരെയും ഒന്നും ചെയ്യുന്നില്ല. എന്നാൽ ഇതൊന്നും കേട്ട് നമ്മുടെ നിധിക്ക് സമാധാനമാവുന്നില്ല. സുഭാഷ് ഏട്ടാ, എന്നെ രക്ഷിക്കുക എന്നിങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്. ഇത് കേട്ട് സുധീഷിന് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ സുഭാഷേട്ടാ സുഭാഷേട്ടാ എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ നിന്നെ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ടാണ്? പിന്നെ നീ എപ്പോഴും അവരോട് മാത്രമല്ലേ സ്നേഹമുള്ളൂ നിനക്ക്, എന്നോടില്ല. നീ എത്ര കരഞ്ഞിട്ടും കാര്യമില്ല, നിന്നെ ഇവിടെ നിന്ന് ഞാൻ പുറത്തേക്ക് വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സുധീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ വിഷമത്തോടു കൂടിയാണ്. തന്നോട് നിധിക്ക് ഒട്ടും സ്നേഹമില്ല, സ്നേഹം മൊത്തം അവരോട് മാത്രമാണ്, തൻ്റെ അനിയന്മാരോടും ചേട്ടനോടും മാത്രമേ ഉള്ളൂ എന്നുള്ള അർത്ഥത്തിലാണ് സുധീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നാവ് കുഴഞ്ഞുകൊണ്ട് വളരെ ക്ഷീണിതനായി ഇങ്ങനെ സുധീഷ് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് നിധി സുധീഷിനെ പിടിച്ചങ്ങ് ഒരു സൈഡിലേക്ക് തള്ളുന്നുണ്ട്. ബാലൻസ് തെറ്റിക്കൊണ്ട് സുധീഷ് താഴേക്ക് വീഴുകയാണ്. പെട്ടെന്ന് തന്നെ നിധി ചെന്ന് ഡോർ തുറക്കുന്നുണ്ട്. ഡോർ തുറന്നതും സുഭാഷും അനിയന്മാരും അകത്തേക്ക് ഓടി വരുവാണ്. എന്തു പറ്റി നിധി എന്ന് ചോദിക്കുമ്പോൾ, ദേ എന്നെ ഇതിനുള്ളിലിട്ടിൽ പൂട്ടിയിരിക്കുകയായിരുന്നു ചേട്ടാ, എന്നെ പുറത്തേക്ക് വിടില്ലെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയായിരുന്നു എന്ന് പറയാണ്. സുഭാഷ് നിധി പെട്ടെന്ന് നിലത്ത് കിടക്കുന്ന സുധീഷിനോട് ചോദിക്കുന്നുണ്ട്, എന്താടാ നീ കാണിക്കുന്നത്? എന്തിനാടാ നീ ഈ റൂമിലേക്ക് കയറി വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് സുധീഷ് താഴെ നിന്നും എഴുന്നേറ്റ് കൊണ്ട് ചേട്ടനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞാനല്ലാതെ വേറെ ആരാണ് ഈ റൂമിൽ കിടക്കേണ്ടത്? ഞാൻ അവളുടെ ഭർത്താവല്ലേ, എനിക്കല്ലേ അതിനുള്ള അവകാശമുള്ളൂ. പിന്നീട് അവളെ പറയുമ്പോഴേക്കും നിങ്ങൾ എന്താ ഇനി എന്നോട് ഇമാതിരി ചോദ്യങ്ങളെല്ലാം ചോദിക്കാൻ നിൽക്കുന്നത്? ഇത് കേട്ട് ഹരീഷ് ചോദിക്കുന്നുണ്ട്, നാണമില്ലേടാ നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ? ഉടനെ സുധീഷ് പറയുകയാണേ, ഞാൻ എന്തിനു നാണിക്കണം? ഞങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാണ്. ഞാൻ എൻ്റെ ഭാര്യയുടെ റൂമിലൊന്ന് കയറിയിരുന്നതിന് ഞാൻ എന്തിനാ നാണിക്കുന്നേ? ഇത് കേട്ട് ഹരീഷും നികേഷും തല താഴ്ത്തി നിൽക്കുവാണ്. കരഞ്ഞുകൊണ്ട് നിധി സുഭാഷിനോട് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ, ഈ റൂമിലേക്ക് ഇയാൾ കയറി വന്നതിന് ശേഷം ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു തവണയല്ല, പല തവണയായി ഇത് പറയുന്നു. ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെ കംപ്ലൈൻറ്റ് പറയുന്നത്? ദേ ഞാൻ ഈ റൂമിലേക്ക് കയറി വരുമ്പോഴേക്കും അയ്യോ ചേട്ടാ രക്ഷിക്കണേ, അയ്യോ ചേട്ടാ രക്ഷിക്കണേ എന്നിങ്ങനെ നിലവിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കേട്ട് സുഭാഷ് പറയുന്നുണ്ട്, എന്താണ് നീ ചെയ്യുന്നത്? പെൺകുട്ടികളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? നിന്നെ കണ്ട് ആ കുട്ടി ഭയന്നു പോയിരിക്കുന്നു. ഇത് കേട്ടതും സുധീഷ് പറയുന്നുണ്ട്, അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. എന്നെ കാണുമ്പോൾ അവൾ എന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നത്? ഞാൻ അവളുടെ ഭർത്താവല്ലേ, ഈ റൂമിൽ കയറി വന്ന് ഞാൻ അവളുടെ അടുത്ത് കിടന്നു, അതിനാണ് അവളിങ്ങനെ നിലവിളിക്കുന്നത്, ചേട്ടാ രക്ഷിക്കണേ ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോഴേക്കും ചേട്ടൻ ഓടി വന്ന് എന്താടാ എന്ന് ചോദിക്കാനും. ഇത് കേട്ടതും ദേഷ്യം വന്ന് നിൽക്കുന്ന സുഭാഷ് ആഞ്ഞ് നമ്മുടെ സുധീഷിൻ്റെ കവിളത്ത് ഒരൊറ്റ അടി അങ്ങ് കൊടുക്കുകയാണ്. സുധീഷ് വീഴാനായി തെന്നി പോകുന്നുണ്ട്. കുടിച്ചിട്ട് വന്നിട്ട് മര്യാദയില്ലാതെ സംസാരിക്കാൻ പെരുമാറും ചെയ്യുന്നോടാ എന്നിങ്ങനെ സുഭാഷ് ചോദിക്കുന്നുണ്ട്. ഉടനെ തന്നെ കവിളിലിങ്ങനെ തടവിക്കൊണ്ട് സുധീഷ് ചേട്ടനോട് പറയുന്നുണ്ട്, എന്തിനാ ചേട്ടാ എന്നെ ഇങ്ങനെ അടിക്കുന്നത്? ഇത് ഞാൻ എൻ്റെ വീട്ടിലല്ലേ കയറി വന്നിരിക്കുന്നത്, അതും എൻ്റെ ഭാര്യയുടെ റൂമിൽ. ഞാനൊന്നും ചെയ്തില്ലല്ലോ, പിന്നെ എന്തിനാ അവളിങ്ങനെ കരയുന്നത്? ഇതൊക്കെ മോശമായിട്ടുള്ള കാര്യമാണ്. ഇവളുടെ മുന്നിൽ വെച്ച്, എൻ്റെ ഭാര്യയുടെ മുന്നിൽ വെച്ച് എന്നെ അടിക്കാവോ? ഇതൊക്കെ മോശമല്ലേ ചേട്ടാ? എന്നാൽ വീണ്ടും ഒരു കൂസലുമില്ലാതെ സുധീഷ് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ഇനി എന്നും രാത്രി ഈ റൂമിൽ പതിവായി എന്നും ഞാൻ ഇവിടെ നിധിയോടൊപ്പം ഈ ബെഡിൽ തന്നെ കിടന്നുറങ്ങും എന്നിങ്ങനെ ഉറപ്പിച്ച് പറയുകയാണ്. ഇത് കേട്ടതും സുഭാഷിന് വീണ്ടും ദേഷ്യം വരികയാണ്. സുഭാഷ് ഒരടി കൂടി സുധീഷിൻ്റെ കവിളത്ത് കൊടുക്കുന്നുണ്ട്. ഇത്തവണ ആടികൊണ്ട സുധീഷിന് വളരെ ദേഷ്യം വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കൈ ഓങ്ങിക്കൊണ്ട് ചേട്ടൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ്. ഇത് കണ്ടതും ഹരീഷ്, സുധീഷ് എന്താടാ നീ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് സുധീഷ് അങ്ങ് സ്റ്റെക്കാവുന്നുണ്ട്. ഒരു വിറയലോട് കൂടി ചേട്ടൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. കൈയെടുക്കടാ, നീ ആരുടെ ദേഹത്തേക്കാടാ കൈവയ്ക്കാൻ പോകുന്നതെന്ന് ഹരീഷ് വീണ്ടും ചോദിക്കുകയാണ്. ഇത് കേട്ടതും സുധീഷ് കൈ താഴ്ത്തിയിടുന്നുണ്ട്. ഇവിടെ നടക്കുന്ന ബഹളമെല്ലാം കേട്ട്
അച്ഛൻ അവിടെ നിന്നും പതുക്കെ മുങ്ങുന്നുണ്ട്. ഇനി ഞാനിവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് അയാൾക്ക് തോന്നുന്നുണ്ട്. എന്നാൽ ഹരീഷ് പെട്ടെന്ന് തന്നെ സുധീഷിനെ പിടിച്ച് വലിച്ച് റൂമിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. എന്താടാ നീ ചെയ്യുന്നത്? എന്നെ വിടടാ, നീ എന്നെ എങ്ങോട്ടാണ് ഈ കൊണ്ടുപോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് സുധീഷ്. എന്നാൽ ഹരീഷ് അതൊന്നും കേൾക്കാത്ത മട്ടിൽ അവനെ പിടിച്ച് വലിച്ച് അപ്പുറത്തെ റൂമിലേക്ക് കൊണ്ടുപോയി ബെഡിലേക്ക് അങ്ങ് തള്ളുന്നുണ്ട്. സുധീഷ് വീണ്ടും ഹരീഷിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാടാ എന്നെ ഇവിടെ കൊണ്ട് വന്നിരുത്തിയിരിക്കുന്നത്? ഞാൻ അവളുടെ ഭർത്താവല്ലടാ, ഞാൻ അവിടെയല്ല കിടക്കേണ്ടത്. ഇത് കേട്ട് ഹരീഷിന് വീണ്ടും ദേഷ്യം വരികയാണ്. ഹരീഷ് പറയുന്നുണ്ട്, എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവരോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? നിന്നെ അവർ ഒരു പൊറുക്കി മാതിരിയാണ് കാണുന്നത്. ഇത് കേട്ടതും സുധീഷിന് ദേഷ്യം വരുന്നുണ്ട്. സുധീഷ് പെട്ടെന്ന് ബെഡിൽ നിന്നും എഴുന്നേറ്റ് ഹരീഷിൻ്റെ കോളറിന് പിടിച്ച് ചോദിക്കുന്നുണ്ട്, നീ എന്താടാ പറഞ്ഞത്? ഞാൻ പൊറുക്കിയാണോന്നോ? ഞാൻ പൊറുക്കിയാണോടാ എന്ന് ചോദിച്ചുകൊണ്ട് ഹരീഷിനെ പിടിച്ച് വലിക്കുകയാണ്. അങ്ങനെ കുറച്ചു നേരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയും ആവുന്നുണ്ട്. പെട്ടെന്ന് ഹരീഷ് സുധീഷിനെ പിടിച്ച് ബെഡിലേക്ക് അങ്ങ് തള്ളിയിടുവാണ്. അവിടെ നിന്നും വീണ്ടും സുധീഷ് എഴുന്നേൽക്കാൻ നേരം ഹരീഷ് വീണ്ടും പിടിച്ച് അവിടെ കിടത്തുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, കിടക്കടാ, അവിടെ കിടന്നുറങ്ങടാ എന്ന് പറയുവാണ്. എന്നാൽ സുധീഷിന് ആകെ ക്ഷീണം വരുന്നുണ്ട്. പെട്ടെന്ന് നാവ് കുഴഞ്ഞുകൊണ്ട് വിളിച്ച് പറയുന്നുണ്ട്, അതെൻ്റെ ഭാര്യയാടാ, ഞാൻ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതെന്താടാ നീ മനസ്സിലാക്കാത്തത്? അവളും മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ ഹരീഷിനും വിഷമം തോന്നുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞതും നമ്മുടെ നിധി റൂമിലിരുന്ന് പൊട്ടിക്കരയുവാണ്, ഒരുപാട് സങ്കടത്തോടു കൂടി. എന്നാൽ വളരെ നിസ്സഹായതയോടു കൂടി നമ്മുടെ സുഭാഷ് അത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ആരും തന്നെ ഇങ്ങനെ ഒരു പ്രവൃത്തി നമ്മുടെ സുധീഷിൻ്റെ അടുത്തു നിന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. സുഭാഷ് പെട്ടെന്ന് നിധിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. കരയുന്ന നിധിയോട് പറയുന്നുണ്ട്, മോളെ കരയല്ലേ, സങ്കടപ്പെടല്ലേ, ഞങ്ങൾ ആരും തന്നെ ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല, മോള് ക്ഷമിക്കണം. ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, ചേട്ടാ ഇത് നമ്മുടെ റൂമല്ലേ, നമ്മുടെ വീടല്ലേ, അതുകൊണ്ട് ഞാൻ വളരെ ധൈര്യത്തോടു കൂടിയാണ് റൂം ലോക്ക് ചെയ്യാതെ കിടന്നിരുന്നത്. പക്ഷേ അവരുടെ ഇഷ്ടത്തിന് എൻ്റെ റൂമിലേക്ക് കയറി വരികയും എൻ്റെ അനുവാദമില്ലാതെ എന്നോടൊപ്പം ബെഡിൽ കിടക്കുകയും ചെയ്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു, പുറത്തു പോകാൻ പറഞ്ഞിട്ടും അത് കേൾക്കാതെ ഡോറ് ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടം സഹിക്കാൻ വയ്യാതെ നമ്മുടെ നിധി ഇരുന്ന് കരയുവാണ്. ഞങ്ങളിതൊട്ടും പ്രതീക്ഷിച്ചില്ല, ഇവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് അറിയില്ല മോളെ, ഞങ്ങളോട് പൊറുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സോറി എന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുഭാഷ് കൈകൂപ്പി നിധിയുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് സുഭാഷ് ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പെട്ടെന്ന് കിച്ചണിൽ ചെന്ന് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് നിധിക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നിധിയോട് പറയുന്നുണ്ട്, മോളെ നീ ഇത് കുടിക്ക്, എന്നിട്ട് സമാധാനത്തോടു കൂടി ഡോറ് അടച്ച് ലോക്ക് ചെയ്ത് കിടന്നുറങ്ങിക്കോ. ഞാൻ നിൻ്റെ ചേട്ടനായിട്ട് ഇവിടെ ഇല്ലേ, നീ എന്തിനാണ് പേടിക്കുന്നത്? ഭയക്കാതെ മോൾ കിടന്നുറങ്ങ് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് പെട്ടെന്ന് തന്നെ നിധി എഴുന്നേറ്റ് ഡോറ് ലോക്ക് ചെയ്ത് ബെഡിൽ ചെന്ന് ഇരിക്കുകയാണ്. എന്നാൽ ബെഡിൽ ചെന്ന് ഇരുന്നിട്ടും നിധിക്ക് സമാധാനം കിട്ടുന്നില്ല. കഴിഞ്ഞു പോയതെല്ലാം ഓർത്തുകൊണ്ട് നിധി ഇരുന്ന് കരയുകയാണ്, ഉറങ്ങാനേ കഴിയുന്നില്ല. എന്നാൽ ഇതേ സമയം സുഭാഷ് പെട്ടെന്ന് തന്നെ നമ്മുടെ സുധീഷിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. സുഭാഷിനെ കണ്ടതും സുധീഷ് എഴുന്നേറ്റിരിക്കുന്നുണ്ട്. ഓഹോ ചേട്ടൻ വന്നോ? എടാ ഹരീഷ് നീയുമുണ്ടോ? സുഭാഷ് ഏട്ടാ, ഞാൻ എൻ്റെ ഭാര്യയുടെ റൂമിലേക്കല്ലേ കയറി ചെന്നത്, അതിന് നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ അവളുടെ ഭർത്താവാണെന്ന് അവൾ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നു, അത് ഇടയ്ക്ക് ഓർമ്മിപ്പിക്കണ്ടേ ചേട്ടാ ഞാൻ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ചേട്ടാ കുടിച്ച് ലെക്ക് കെട്ട് ബോധമില്ലാതെ സംസാരിക്കുകയാണ് അവൻ. ദേ ആരാടാ ബോധമില്ലാതെ സംസാരിക്കുന്നത്? ഞാനോ? ഞാൻ ബോധത്തോടു കൂടി തന്നെയാണ് സംസാരിക്കുന്നത്. നിയമപ്രകാരം അവൾ എൻ്റെ ഭാര്യയാണ്, അതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ, പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത്? കേട്ട് ഹരീഷ് സുഭാഷിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. വീണ്ടും അവൻ ബോധമില്ലാതെ സംസാരിക്കുന്നത് കണ്ടോ ചേട്ടാ എന്ന് പറയുമ്പോൾ ആരാണടാ ബോധമില്ലാത്തവൻ എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് അവിടെ നിന്നും എഴുന്നേറ്റ് ഹരീഷിനെ പിടിക്കുകയാണ്. പിന്നീട് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളുമാവുന്നുണ്ട്. സുധീഷ് ബാലൻസ് തെറ്റി പെട്ടെന്ന് ബെഡിലേക്ക് വീഴുന്നുണ്ട്. എന്നിട്ട് ബോധമില്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എടാ ഹരീഷേ, നീ എന്തിനാടാ എന്നെ ഇങ്ങനെ ഒക്കെ ചെയ്യുന്നത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലടാ, ഞാൻ എൻ്റെ ഭാര്യയുടെ റൂമിലേക്കല്ലടാ കയറി ചെന്നത് എന്നൊക്കെ എങ്ങനെ പിച്ചുമ്പയും പറയാണ്. ഇത് കേട്ട് വളരെ ഒരു ദയനീയാവസ്ഥയിൽ ഹരീഷും സുഭാഷും പരസ്പരം നോക്കുകയാണ്.
പിറ്റേ ദിവസം രാവിലെ ഹരീഷ് എഴുന്നേറ്റ് മുഖം കഴുകാനായി പുറത്തേക്ക് പോകുന്നു. അങ്ങനെ സുഭാഷ് നിധിയുടെ റൂമിന് മുന്നിൽ ചെന്ന് നിന്ന് ഡോറിൽ തട്ടുവാണ്. എന്നാൽ ഇത് കണ്ട് ഹരീഷ് ചോദിക്കുന്നുണ്ട്, അല്ല ചേട്ടാ, അവർ പുറത്തേക്ക് ഇറങ്ങി വന്നില്ലേ? ഇല്ലടാ, പുറത്തേക്ക് വന്നപ്പോൾ ഞാൻ കാപ്പി വേണോന്ന് ചോദിച്ചു. വേണ്ട എന്ന് പറഞ്ഞു. അതിനുശേഷം അവൾ കുളി കഴിഞ്ഞ് റൂമിൽ കയറി കതകടച്ചു. സുധീഷ് എവിടെയെന്ന് ഹരീഷ് ചോദിക്കുകയാണ്. ഉടനെ സുഭാഷ് പറയുന്നുണ്ട്, അവൻ എഴുന്നേറ്റിട്ടില്ല, അവിടെ റൂമിലുണ്ട്. എങ്ങനെയാടാ ഇനി ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കുക എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇവനിത് എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നികേഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സുഭാഷ് ചോദിക്കുന്നുണ്ട്, അല്ല നിനക്കിന്ന് കോളേജില്ലേ? പക്ഷേ അതിനുള്ള മറുപടിയല്ല നികേഷ് പറയുന്നത്. നികേഷ് ചോദിക്കുന്നുണ്ട്, അല്ല ചേച്ചി എഴുന്നേറ്റില്ലേ? ആ, അവൾ എഴുന്നേറ്റോളും. നീ ചെന്ന് കോളേജിൽ പോകാനുള്ള പരിപാടികളെല്ലാം നോക്ക്. അങ്ങനെ നികേഷ് കോളേജിൽ പോകാനായി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് വരുവാണ്. എന്നാൽ സുഭാഷും അങ്ങനെ നിധി വരുന്നതും കാത്ത് ഇങ്ങനെ ഡോറിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നിധി റൂമിൻ്റെ ഡോറങ്ങ് തുറക്കുമ്പോൾ എല്ലാവരും ആകാംക്ഷയോടുകൂടി നിധിയുടെ മുഖത്തേക്ക് നോക്കുവാണ്. നിധിയാണെങ്കിൽ വളരെ മടിയോടുകൂടി, എന്തോ ഒരു മടി എല്ലാവരെയും ഫേസ് ചെയ്യാൻ അങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. സുഭാഷ് അനിയന്മാരുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്, എന്ത് പറയണമെന്ന് അറിയുന്നില്ല. പെട്ടെന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്, മോളെ നീ പോകാനായിട്ട് റെഡിയായോ? പെട്ടെന്നൊന്ന് ഞെട്ടുകയാണ് ഇത് കേട്ടിട്ട് നമ്മുടെ നിധി. ആ, ഞാൻ പോകാനായിട്ട് റെഡിയായി സുഭാഷ് ഏട്ടാ എന്ന് പറയുമ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, ഇന്നലെ രാത്രി നടന്നത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ചെയ്യാൻ പാടില്ലാത്ത വലിയൊരു തെറ്റാണ് അവൻ ചെയ്തത്. പക്ഷേ എന്ത് പറയണമെന്ന് അറിയില്ല, നീ ക്ഷമിക്കണം. സോറി മോളെ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിധി പറയുന്നുണ്ട്, എന്തിനാ ചേട്ടൻ സോറി പറയുന്നത്? അവർ ചെയ്ത തെറ്റിന് ചേട്ടനാണോ സോറി പറയേണ്ടത്? പെട്ടെന്ന് നികേഷ് നിധിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. സോറി ചേട്ടത്തി എന്ന് അവനും പറയുവാണ്. ദേ അതൊക്കെ വിട്ടേക്കടാ, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുവാണ് നിധി. നിൽക്കുമോളെ, നീ ഭക്ഷണം കഴിക്കാതെയാണ് പോകുന്നത്. നിനക്ക് ഞാൻ ദോശ ഉണ്ടാക്കി തരാമെന്ന് സുഭാഷ് പറയുന്നുണ്ട്. എന്നാൽ നിധി പറയുന്നുണ്ട്, വേണ്ട ചേട്ടാ, എനിക്ക് ഒന്നും വേണ്ട. എന്നാൽ നികേഷ് പറയുന്നുണ്ട്, എന്നാൽ നിൽക്ക് എടുത്തി, ഞാൻ എടുത്തിയുടെ കൂടെ കോളേജിലേക്ക് വരാം. അപ്പോൾ നിധി